സ്നേഹത്തിൻ്റെ പരകർമ്മി ഓർക്കാം. ഒന്ന് ചേർന്ന് നമുക്ക് പങ്കുവയ്ക്കുന്നതിന് ത്യാഗത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ഈ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദൈവങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുമ്പോൾ നാം യോഗ്യരാകേണ്ടത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. സർവശക്തനായ സഹോദരനെ സർവശക്തനായ
പരമപരിശുദ്ധ താഴത്തെ നവീകരണവും സനാതനവുമായ ബലിയും അവിടുത്തെ സ്നേഹബന്ധമായ സമയം പരമേൽപ്പിച്ചുവല്ലോ. ഇത്ര മഹത്തായ രഹസ്യത്തിൽ പങ്കുള്ള ഞങ്ങൾ സ്നേഹത്തിന്റെയും ജീവനെയും പൂർണ്ണ പ്രാപിക്കുന്നത് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുകയും ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീട്ടിന് ഒരാട്ടിൻകുട്ടി വീതം. ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽ കുടുംബത്തേക്കും പങ്കുചേർക്കട്ടെ. ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ച് വേണം ഒരാടിന് വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ. കോലാടുകളിൽ നിന്നോ ചെമ്മരി ആടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അത് 1 വയസ്സുള്ളതും ഊനമറ്റതുമായ മുത്താട് ആയിരിക്കണം. ഈ മാസം 14-ാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്ന് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്നും കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിന്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകൾ കൂട്ടി അന്ന് രാത്രി ഭക്ഷിക്കണം. ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത്. അരമൂട്ടി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈകളിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം. കാരണം അത് കർത്താവിന്റെ പെസഹയാണ്. ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നുപോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദിജാതരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും. ഞാനാണ് കർത്താവ്. കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നുപോകും. ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാ ദിനമായിരിക്കട്ടെ. ഇത് തലമുറകളും കർത്താവിന്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം. ഇത് നിങ്ങൾക്ക് എന്നും ഒരു കൽപ്പനയായിരിക്കും. കർത്താവിന്റെ വചനം. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാകപാത്രത്വമത്രേ. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാകപാത്രത്വമത്രേ. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എനിക്ക് പകരം കൊടുക്കും. ഞാൻ രക്ഷയുടെ പാനം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാകപാത്രത്വമത്രേ. തന്റെ വിശുദ്ധന്റെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവെ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാകപാത്രമത്രേ. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. അനുഗ്രഹത്തിന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാകപാത്രമത്രേ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ
കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുൾ ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രം എടുത്ത് അരുൾ ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ പെരുന്നാളിന് മുമ്പ് യേശു അറിഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തായുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവാല കൊണ്ട് ഉടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എൻ്റെ കാല് കഴുകുകയും? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല, കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. യേശു പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ. അവൻ മുഴുവൻ ശുചിയായിരിക്കും. നിങ്ങളും ശുദ്ധിയുള്ളവരാണ്. എന്നാൽ എല്ലാവരും തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാധനവരല്ല. അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞു. അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു. അത് ശരി തന്നെ, ഞാൻ ഗുരുവും കർത്താവുമാണ്. നിങ്ങളുടെ കർത്താവ് പാദങ്ങൾ കഴുകിയും നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം.
നാം തളർന്നു വീണതോ തകർന്നു പോയതോ അവരറിയേണ്ട. നാം വസന്തത്തെ വരവേൽക്കാൻ ഇലകൾ പൊഴിച്ചതാണെന്ന് അവർ വിചാരിച്ചു. നാം തകർന്നു വീണതോ തളർന്നു പോയതോ അവരറിയേണ്ട. നാം വസന്തത്തെ വരവേൽക്കാൻ ഇലകൾ പൊഴിച്ചതാണെന്ന് അവർ ധരിച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ പെസഹ യേശുവിൻ്റെ ത്യാഗത്തിൻ്റെ, മഹാബലിയുടെ ഓർമ്മ നമ്മെ ഉണർത്തുന്ന ദിവസമാണ്. ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടിച്ചുവലയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആരാണ് പെസഹ ഒരുക്കിയത്? പെസഹയ്ക്കുള്ള കുഞ്ഞാടിനെ ചുട്ടെടുത്തത് ആരാണ്? യേശു തന്നെ തൻ്റെ പ്രിയപ്പെട്ട രണ്ട് ശിഷ്യന്മാർ യോഹന്നാനോടും പത്രോസിനോടും പറയുകയാണ്, നിങ്ങൾ പോയി എനിക്ക് പെസഹ ഒരുക്കുക. രണ്ടുപേരും യേശുവിന് ഏറെ പ്രിയപ്പെട്ടവരാണ്. യോഹന്നാൻ യേശുവിൻ്റെ മാറിൽ ചായം കിടക്കുന്നവരാണ്. നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നവരാണ് പത്രോസ്. എന്നിട്ടും രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ പ്രധാന ശിഷ്യനായി തീരുവാൻ, പ്രഥമ ആർപ്പാപ്പയായി തീരുവാൻ സാധിക്കും. യേശുവിന്റെ സ്നേഹം രണ്ടുപേർക്കും ഒരുപോലെ പകുത്ത് കൊടുക്കപ്പെടണം. ആര് പ്രധാന ശിഷ്യനായി തീരും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ സഹിയോൻ ഊട്ടുശാലയിലേക്കാണ് പെസഹ യേശു ഒരുക്കുന്നത് വായിക്കുന്നത്. ഈ സഹിയോൻ ഊട്ടുശാല, അത് ദൈവശാസ്ത്രജ്ഞർ പറയുന്നത് സുവിശേഷകനായ മാർക്കോസിന്റെ അമ്മയായ മറിയത്തിൻ്റെതാണ് എന്നാണ്. അവൾ വിധവയായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഊട്ടുശാലയാണ്. ഒരിക്കലും അത് സിനഗോഗായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഊട്ടുശാല സ്വന്തമല്ലാത്ത ഒരു ഊട്ടുശാലയിൽ സ്വന്തമല്ലാത്ത കുഞ്ഞാടിനെ കൊണ്ട് പെസഹ ഒരുക്കുന്ന ക്രിസ്തു തന്റെ നിസ്സഹായതയെ അവസാന നിമിഷവും വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ മുമ്പിൽ ഇരിക്കുന്ന ശിഷ്യന്മാർ ഓരോരുത്തരും കുളി കഴിഞ്ഞവരാണ്. സുവിശേഷം എടുത്തു പറയുന്നത് നമ്മുടെ മുമ്പിൽ നിന്ന് 12 ശിഷ്യന്മാർ കുളി കഴിഞ്ഞവർ, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് പ്രാർത്ഥിച്ച് ത്യാഗത്തോടുകൂടി ഇരിക്കുന്നവർ. കുളി കഴിഞ്ഞവർ മറ്റൊരു സ്നാനം അർഹിക്കുന്നില്ല. എന്നാൽ പത്രോസ് യേശു പാദങ്ങൾ കഴുകാൻ കടന്നു വരുമ്പോൾ അവൻ ഒരു മറുസ്നാനം കൂടി ചോദിക്കുകയാണ്. എന്നെ ഒന്നുകൂടി എന്റെ ശരീരം മുഴുവനും കഴുകണമേ എന്നാണ് പത്രോസ് പറയുന്നത്. യേശു പറയുന്നു, കുളി കഴിഞ്ഞവന്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവൻ ശുദ്ധിയുള്ളവരാണ്. നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് യേശു ശിഷ്യന്മാരെ നോക്കി പറയുന്നത്. പെസഹായുടെ കാലഘട്ടത്തിൽ ജനത സാധാരണഗതിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറ്. അത്തരത്തിലുള്ള ഒരു ശുദ്ധിയെക്കുറിച്ചാണ് യേശു തന്റെ ശിഷ്യന്മാരോട് ഇവിടെ പറയുന്നത്. പെസഹായുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അതൊരു കടന്നുപോകലിന്റെ ചരിത്രമാണ്. മാസോ എന്ന് പറയുന്ന വിളവെടുപ്പിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് പെസഹ. വിളവെടുപ്പ് കഴിയുമ്പോൾ ജനത്തിനുണ്ടാകുന്ന വിളവെടുപ്പിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒന്നായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്ന ബലിയാണ് പെസഹ. അതുപോലെ തന്നെ ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത സ്വാതന്ത്ര്യം പ്രാപിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഈ പെസഹ. മറ്റൊന്ന്, ഇസ്രായേൽ ജനത്തിന്റെ തലമുറകൾ ഓരോ കാലഘട്ടത്തിൽ ആടുകളെ മേയ്ക്കുവാൻ, ഇപ്പോൾ ശൈത്യകാലത്ത് നിന്ന് ഉഷ്ണകാലത്തിലേക്ക് ഏച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്ന ഒരു കടന്നുപോകും. ശൈത്യത്തിൽ അവർ കൂടുതൽ ഗുഹകളിൽ വിശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ഉഷ്ണകാലമാകുമ്പോൾ ആടുകളെയും കൊണ്ട് കിഴക്കാത്തുത്തായ മലയിടുക്കുകളിലേക്ക് അവർ ആടുകളുമായി കൈക്കൊള്ളാൻ. അത്തരത്തിലുള്ള ഒരു കടന്നുപോകലിന്റെ ചരിത്രം കൂടി ഈ പെസഹായ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പാപം വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആടുകളുടെ കഴുത്തിൽ പാപം കെട്ടിത്തൂക്കിക്കൊണ്ട് അവയെ മരുഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്ന ഒരു ചരിത്രം. മരുഭൂമിയിലേക്ക് കടന്നു പോകുന്ന ആടുകൾ ബലിയർപ്പിക്കപ്പെടുകയാണ്, തിരിച്ചു വരവ് സാധിക്കും. അത്തരത്തിലുള്ള ഒരു കടന്നുപോകലിനെ കൂടി നമ്മൾ ഇവിടെ കാണുന്നു. നമ്മുടെ ജീവിതം ഒരു കടന്നുപോകലിന് വിധേയമാകേണ്ട, ശീതീകരിക്കപ്പെട്ട തണുപ്പുറഞ്ഞ മരവിച്ച ജീവിത സാഹചര്യങ്ങളിൽ
നമ്മെ മനമയക്കുന്ന ലോകത്തിന്റെ വിസ്മയ കാഴ്ചകളിൽ അതിഭൗതികമായ വാദങ്ങളിൽ നിരീശ്വരവാദത്തിലേക്ക് വഴുതിപ്പോകുന്ന നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ നമുക്ക് ജീവന്റെ പച്ചത്തുരുത്തുകളിലേക്ക്, വിശ്വാസത്തിന്റെ പച്ചത്തുരുത്തുകളിലേക്ക് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് സ്നേഹത്തിന്റെ പരികൽപ്പന നൽകിയതുപോലെ തന്റെ ജീവൻ തന്നെ ഹോമിച്ചുകൊണ്ട്, രക്തം ഛേദിച്ചുകൊണ്ട്, കുരിശിൽ മരിച്ചുകൊണ്ട് സമർപ്പണത്തിന്റെ ഗാഥ പാടിയതുപോലെ നമുക്കും ഈ സ്നേഹത്തിന്റെ പച്ചത്തുരുത്തുകളിലേക്ക് ഒരു പെസഹയായി കടന്നു പോവുകയാണ്. ഒരുപക്ഷെ നമുക്ക് കടന്നു പോകാൻ മടിയുള്ളൊരു കാലമാണ് ശൈത്യം. മരവിച്ചിരിക്കുന്ന പുതപ്പിനുള്ളിൽ ജീവിതം ഹോമിച്ചു തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ഇത്തരത്തിലുള്ള മടിയുടെ, നിരാശയുടെ ജീവിത കവലകളിൽ നിന്ന് സ്നേഹത്തിന്റെയും ഉയർപ്പിന്റെയും പ്രത്യാശയുടെയും ഒക്കെ തീരങ്ങളിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഒരു യാത്ര പോകുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറായി മതിയാവുകയും. ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന കവി പ്രകാരമാണ്: മുൾച്ചെടി നട്ടവനെ പനിനീർ പൂവ് അന്വേഷിക്കുന്നത്. മുൾച്ചെടി നട്ടവനോട് പനിനീർ പൂവ് അന്വേഷിക്കുവാൻ പാടില്ല. ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളെ, ജീവിതത്തിന്റെ പാപസാഹചര്യങ്ങളെ ഉൾമുടി ചൂടി നിൽക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ പോകും. മറിച്ച് സ്നേഹത്തിന്റെ പനിനീർ ചെടികൾ പോകുന്ന കാൽവരിയിലേക്ക്, ക്രിസ്തു നമ്മളോട് കാട്ടിത്തരുന്ന സ്നേഹത്തിന്റെ ഇടങ്ങളിലേക്ക്, പങ്കുവയ്ക്കലിന്റെ ഇടങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള ഒന്നാകണം നമ്മുടെ പെസഹ എന്ന് നമുക്ക് ഓർക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം ഭയാനകമായ വിധത്തിൽ അശാന്തി വിടർത്തുന്ന, യുദ്ധങ്ങൾ കൊണ്ട് കൊടുമ്പിരി കൊള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ എവിടെയാണ് യേശുവിന്റെ പെസഹയുടെ പ്രസക്തി? എവിടെയാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രസക്തി എന്ന് നമുക്ക് ഓർക്കാം. ഓരോ മതങ്ങളും തങ്ങളുടെ മതങ്ങളാണ് വലുതെന്ന് പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഹെൻറി ദേലുവാൻ പറയുന്നത്, നാം പുലർത്തുന്ന മതങ്ങളും അനുധാവനം ചെയ്യുന്ന മതങ്ങളുടെ അനുഷ്ഠാനങ്ങളും ദൈവവുമായിട്ടുള്ള ഒരു ബിയാറ്റിഫിക് വിഷൻ, ദൈവവുമായിട്ടുള്ള കൂടിച്ചേരലിലൂടെ കടന്നു പോകേണ്ടതാണ്. അപ്പോൾ മതങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മെ ദൈവത്തിലേക്ക് എത്തിച്ചേർക്കാനുള്ള ഒരു സഞ്ചാരപാതയായിട്ട് മാത്രമാണ് നമ്മൾ കാണേണ്ടത്. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പെസഹ ആഘോഷിക്കുന്നവർ ഒരുമിച്ചിരുന്ന്, മുതിർന്നവരും കുട്ടികളും ഒരുമിച്ചിരുന്ന് എന്തിനാണ് നാം പെസഹ ആഘോഷിക്കുന്നതെന്ന് കുട്ടികൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പഴയ കാലത്തെ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ, അടിമത്തത്തിന്റെ മുഖം പേറിയ ജീവിത സാഹചര്യങ്ങളെ വിവരിച്ചു കൊടുത്തുകൊണ്ട് അന്ന് നമ്മൾ അടിമകളായിരുന്നു, ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്, അന്ന് നമ്മൾ തടവിലാക്കപ്പെട്ടവരാണ്, ഇന്ന് നമ്മൾ വിമോചിതരാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഗൃഹനാഥനെ പോലെ, ഗൃഹത്തിലെ കാരണവരെ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ വിമോചനത്തിന്റെ കഥ പറയുവാൻ സാധിക്കണം. യേശു പെസഹായുടെ ഒരു വിമോചനത്തിന്റെ കഥയാണ് നമ്മൾ പ്രഖ്യാപിക്കുക. അന്ത്യത്താഴം പങ്കിട്ട് കഴിച്ചു പോകുന്നത് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് മരണത്തിന്റെ താഴ്വരയിലേക്കാണ് എന്ന് നമുക്കറിയാം. പെസഹായ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗാന്ധിജിയുടെ തിരുവത്താഴത്തിന്റെ ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തിരുവത്താഴത്തിന്റെ ചിത്രത്തിന്റെ ഒരു വശത്താണ് ശിഷ്യന്മാർ പന്ത്രണ്ടിരിക്കുന്നത്. അതിന് ചുറ്റിലുമല്ലേ ഇരിക്കുന്നത്, അതിൽ ഒരു വശത്താണ് ഇരിക്കുന്നത്. അതായത് ടേബിളിന്റെ ഒരു വശത്താണ് ശിഷ്യന്മാരെല്ലാവരും ഇരിക്കുന്നത്, 12 പേര് നിരന്നിരിക്കുന്നത്. അപ്പോൾ മറുവശം കാലിയാണ്, എംജിയാണ്. എന്തുകൊണ്ട് തിരുവത്താഴത്തിന്റെ ചിത്രത്തിന്റെ അപ്പുറഭാഗത്ത് ആരെയും ഇരുത്തിയില്ല എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മറുവശം മറ്റുള്ളവർക്ക് ഇരിക്കുവാനുള്ള ഇടമായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. മറുവശം മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. നാം പുലർത്തുന്ന ജീവിതമാകുന്ന തിരുവത്താഴ മേശകളിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ഇരിപ്പിടത്തിന്റെ അപ്പുറം, നമ്മുടെ ഭോജനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു ഇരിപ്പിടം ഉണ്ടാകണം. ഹൃദയം തുറന്നുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാകണം. സ്നേഹം കൊണ്ടുള്ള ഒരു ഇരിപ്പിടം ഉണ്ടാകണം. നാം ക്രൈസ്തവരാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണുകളിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കാരണത്തിന്റെയും പ്രകാശം ഉണ്ടായിരിക്കണം. ആ പ്രകാശത്തിന്റെ ഒരു ജീവിത സരണിയാകട്ടെ പെസഹ എന്ന് നമുക്ക് ഓർക്കാം. പാദങ്ങൾ കഴുകപ്പെടുന്നത് നമ്മുടെ മനസ്സാണ് എന്ന് ഓർക്കാം. ക്രിസ്തു പാദങ്ങൾ കഴുകുമ്പോൾ ഓർക്കുന്നത് ശിഷ്യന്മാരുടെ പാദങ്ങളിലേക്ക് മാത്രമല്ല, മറിച്ച് അവരുടെ മുഖങ്ങളിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്കാണ് നമുക്ക് ഓർക്കാം. അനുതാപത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നമുക്ക് പാദക്ഷാളന ശുശ്രൂഷയിൽ പങ്കുചേരാം.